ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാനാണ്. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഫിലിം ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്. ഇപ്പം എന്തായാലും കല്യാണ സീസണൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ ഒരു വെഡ്ഡിങ് ഗസ്റ്റ്, ഒരു സിമ്പിൾ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് ആണ് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് മേക്കപ്പിൽ പോകുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഡു യുവർ സ്കിൻ കെയർ പ്രോപ്പർലി. സ്കിൻ കെയർ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ട് വേണം, നമുക്ക് അപ്പോഴേ നല്ലൊരു ബേസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരെ മേക്കപ്പിലോട്ട് കടക്കാൻ. ഫസ്റ്റ് എൻ്റെ സ്കിൻ പ്രെപ്പിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു സീറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് സീറമാണ്. അപ്പോൾ ഇത് ഒരു 10 ml പാക്കാണ്. അപ്പോൾ ഈ ഒരു കോജിക് ആസിഡിന്റെ സീറമിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും എല്ലാം റെഡ്യൂസ് ആക്കും. അതായത് മെലാസ്മ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ എല്ലാം റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഈവൻ ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബേസിക്കലി കോജിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഈ പ്രോബ്ലംസിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അതിനെ ക്ലിയർ ഔട്ട് ചെയ്യും. ഇതിൽ 1% ആൽഫ ആർബുറ്റിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മെലാസ്മയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കോജിക് ആസിഡ് സീറം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സീറം എല്ലാം അപ്ലൈ ചെയ്തതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തിട്ട് അത്യാവശ്യം ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്ക്രബിങ്ങും കൂടി ഫേസിൽ കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്കിന്നിനൊരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഈ കോജിക് ആസിഡ് സീറം അപ്ലൈ ചെയ്യുന്നു. ഈ സീറമിൽ നയസിനമൈഡും കൂടി വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇത് നമ്മുടെ ഡേ സ്കിൻ കെയർ റൂട്ടീനിലോ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മൾ സീറം അപ്ലൈ ചെയ്യാൻ സമയത്ത് ഇങ്ങനെ ഉള്ളിലേക്ക്, സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്താ കയ്യിൽ ഭയങ്കരമായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് റഫായിട്ടൊന്നും ചെയ്യരുത്. ഇനി സീറം അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഡേ ടൈമിലാണ് പുറത്ത് പോകുന്നെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് സ്കിന്നിലേക്ക് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആയത് കാരണമാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഫ്ലവറി ആയിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഡേ ടൈമിൽ ഒരു ഫംഗ്ഷനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ പുറത്തിറങ്ങരുത്. അപ്പോൾ ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. ഇതൊരു സൺസ്ക്രീൻ ജെല്ലാണ്. എൻ്റെ സ്കിന്നിൽ ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര നന്നായിട്ട് സ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിപ്പോൾ ഡെർമാക്കോയുടെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒത്തിരി വർഷമാവുന്നു. ഈ ഒരു സൺസ്ക്രീൻ മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പുറത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഒരു പമ്പ് ബോട്ടിൽ കിട്ടും, അതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൺസ്ക്രീനിൽ ഹൈലറോണിക് ആസിഡ് വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ വിറ്റമിൻ ഇയും കൂടി വരുന്നുണ്ട്. പിന്നീട് ഒരു ഫ്രേഗ്രൻസ് ഫ്രീ ഫോമിലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഡെർമാക്കോയുടെ ഈ ഒരു സൺസ്ക്രീനിൽ SPF 50 ആണ് വരുന്നത്, അതിനോടൊപ്പം ഇത് PA++++ ആണ്. Till date, the Dermaco എന്ന് പറയുന്ന ബ്രാൻഡ് 20,000+ സ്റ്റുഡൻസിനെ യങ് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സമയത്ത് അവർ ഓരോ കുട്ടികളിലേക്കും ഈ ഒരു ഓർഡർ ലിങ്ക് ചെയ്യും. അത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ്. ഈ സൺസ്ക്രീനിൽ ഒരു ക്വിക്ക് അബ്സോർബിംഗ് ഫോർമുലയാണുള്ളത്. അത് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആകുന്നു. ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഫ്രേഗ്രൻസ് ആൻഡ് ഡൈ ഫ്രീ ആണ്, പാരബീൻ ആൻഡ് മിനറൽ ഓയിൽ ഫ്രീ ആണ്, അതിനോടൊപ്പം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അടുത്തതായിട്ട് ഞാൻ സ്മാഷ് ബോക്സിന്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ മേക്കപ്പ് പൗച്ചിനകത്ത് ഇടുമ്പോൾ ചെറിയ ലീക്കൊക്കെ വരുമല്ലോ. ചിലപ്പോൾ ഫൗണ്ടേഷൻ ലീക്കാവും, ചിലപ്പോൾ കാജലിൻ്റെ ക്യാപ്പ് ഊരിപ്പോവും. ഇത് എനിക്ക് ഇങ്ങനെ സ്റ്റെയിനായിട്ടിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യും, മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് വൈപ്സോ അല്ലെങ്കിൽ മൈസലാർ വാട്ടർ, ഞാനിപ്പോൾ വൈപ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, മൈസലാർ വാട്ടർ വല്ലതും യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയും. എനിക്ക് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല നീറ്റായിട്ടിരിക്കാം. അത് കാരണം ഞാൻ അതിനെ വളരെ നല്ല രീതിക്കാണ് എല്ലാ പ്രാവശ്യം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം മാക്കിൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ പാക്കിൻ്റെ ഫൗണ്ടേഷൻ. 265 ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ്. ഇതൊരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാനുള്ളതല്ല, വളരെ പതുക്കെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ചെയ്യാനുള്ളതാണ്. ചില ആൾക്കാർ ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യാറില്ല.
ചില ആൾക്കാർക്ക് എല്ലാം വേണം, ഫൗണ്ടേഷൻ കൺസീലർ എല്ലാം ഇട്ടാലേ അവർക്ക് ആ ഒരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഇടുന്നതിൻ്റെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അത് ഇൻ കേസ് നമുക്ക് കൂടി പോയി എന്ന് തോന്നുവാണെങ്കിലും നമുക്കതിനെ ഒന്ന് കൺട്രോളിൽ നിർത്താൻ പറ്റും. അപ്പോൾ അത് കാരണം ഇടാൻ സമയത്ത് ഫൗണ്ടേഷൻസോ കൺസീലറൊക്കെ ഇടാൻ സമയത്ത് വളരെ കുറച്ചിടുക. പിന്നീട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു ഹെവി മേക്കപ്പ് ഇടുമ്പം ഒബ്വിയസ്ലി നമ്മളെ കാണുമ്പോൾ മേക്കപ്പ് ഇട്ടതുപോലെ തന്നെ ഇരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഒരിക്കലും എന്താ പറയുക, മേക്കപ്പ് ഇടാതെ തോന്നണം പക്ഷെ നമ്മൾ കൂടുതൽ ഇടണം, നാച്ചുറലായിട്ടിരിക്കണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മളിപ്പോൾ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു വീഡിയോയിൽ ഫോട്ടോ എടുക്കുന്നോ അങ്ങനെ നോക്കുമ്പോൾ മാത്രം നമുക്കൊരു ക്ലിയറർ സ്കിൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒരു ഫേസ് ടു ഫേസ് നോക്കാൻ സമയത്ത് നമുക്ക് അത്യാവശ്യം മേക്കപ്പ് നമ്മൾ ഫേസിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം ഒത്തിരി മേക്കപ്പ് ഇടാതിരിക്കാൻ നോക്കുക, ഒരുപാട് കേക്കി മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അടുത്തതായിട്ട് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രിസൈസ് ആയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് കാരണം തന്നെ ഓരോ സ്ട്രോക്കായിട്ട് വേണം, സോ കെയർഫുള്ളായിട്ട് ചെയ്യാൻ. ഇനി അടുത്തത് എൻ്റെ ഐ മേക്കപ്പാണ്. വേഗം ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ഞാനിനി കെ ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. സൺ കിസ്ഡ് എന്ന് പറഞ്ഞ പാലറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ഷെയ്ഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഞാനൊരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാനൊരു ഷിമ്മർ ഷെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ തൊട്ട് സൈഡിലൊരു ഷാംപെയിൻ ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഈ ഒരു ഷാംപെയിൻ ഷെയ്ഡ് എൻ്റെ ഐലിഡ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ എൽഫിൻ്റെ ഐലൈനർ യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഐലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇനി എൻ്റെ ഐസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ആക്ച്വലി ഐലൈനർ വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. നമ്മളിനി എത്ര പ്രോ ആണെന്ന് പറഞ്ഞാലും സമയം ശരിയല്ലെങ്കിൽ കുളമാവും. അടുത്തത് ഒരു മസ്കാര അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊരു ബ്ലാക്ക് മസ്കാരയാണ്, എക്സ്ട്രീം ബ്ലാക്ക് മസ്കാര ഫ്രം റിമൽ ലണ്ടൻ. അപ്പോൾ ഇത് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ സെയിം ബ്രൗൺ ഐ ഷാഡോ എടുക്കുക, എന്നിട്ട് ഈ താഴത്തെ പോർഷനിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുന്നില്ല. ലൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം എന്ന് പറയുന്ന ലിപ് ലൈനറാണ്. എന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് അമ്മ എനിക്ക് തായ്ലാൻഡിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ബ്രാൻഡ് ടാറ്റൂ പ്രോ, അതിൽ ഒരു ഇൻഫിനിറ്റി സൈനാണ് ഒരു സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ബൈ അജാൻ ഫ്രണ്ട് ഇല്ല റോസ് പിങ്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു ലിപ് പ്ലംപിംഗ് ടിൻറ്റാണ്. അപ്പോൾ ലിപ് കുറച്ച് പ്ലംപായി വരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്ലംപ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര നല്ല ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. മേക്കപ്പ് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഞാൻ ഷൂട്ട് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. ഞാൻ പ്രോഡക്റ്റ്സ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.